ഇനി അടുത്ത കാറ്റഗറി ഏതാണെന്നറിയോ? 6 മുതൽ 12 വയസ്സ് വരെ ഇവൻ ഈ 6 ഇയേഴ്സിൻ്റെ ഉള്ളിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ പതിയെ 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 അവൻ വെളിയിലേക്ക് ഇങ്ങനെ മോൾഡ് ചെയ്യാൻ ശ്രമിക്കും. അച്ഛൻ നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു 9-10 വയസ്സ് കഴിയുമ്പോൾ അങ്ങനെ പേപ്പർ ഇങ്ങനെ ചുരുട്ടി മടിക്കാണ്ട് സ്മോക്ക് ചെയ്യാൻ നോക്കും. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാണ് എന്നുണ്ടെങ്കിൽ അവൻ സ്കൂളിലൊക്കെ പോയിട്ട് കൂട്ടുകാരോട് ഭയങ്കര വഴക്കാളിയായിട്ട് മാറും. അച്ഛനും അമ്മയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ലെങ്കിൽ അവൻ ഒരു ഫ്രണ്ട്സും ഉണ്ടാവില്ല. അവൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയി കയറാം. ആ വീട്ടിൽ ഒരാളുകളും തമ്മിൽ ഒരു ഐക്യവും ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ ലൈഫിലേക്ക് അവൻ ഒരു രീതിയിലും ഇൻസ്റ്റേഷൻസും കാര്യങ്ങളും കിട്ടില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് ഏതാണെന്നറിയോ? ടീനേജ് എന്ന് പറയുന്നൊരു സ്റ്റെപ്പ് ഉണ്ട്. 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ളൊരു ഏജ്. ഈ ഏജിൽ റിഫ്ലക്ഷൻ വരും, വെളിയിലേക്ക് വരാൻ തുടങ്ങും. പലപ്പോഴും പല രക്ഷിതാക്കളും എൻ്റെ മോൻ പറഞ്ഞത് കേൾക്കുന്നില്ല, എൻ്റെ മോള് പറഞ്ഞത് കേൾക്കുന്നില്ല. ശരിക്കും അവർ മാത്രമാണോ കാരണക്കാരുണ്ടാവുക? നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് അവർ ഗ്രാസ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ടീനേജിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. ടീനേജിൽ റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 19, 20, 21, 22 യങ് അഡോൾസെൻ്റ് എന്ന് പറയും. കൗമാര പ്രായത്തിലേക്ക് കയറുന്ന ഒരു ഏജിൽ എന്താ സംഭവിക്കാന്നറിയോ? അത് ക്യാരക്ടറായിട്ട് മാറും, അവരുടെ ക്യാരക്ടറായിട്ട് മാറും. അപ്പോൾ ശരിക്കും നമ്മൾ പോലും അറിയാതെ നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കൊച്ചുങ്ങളിങ്ങനെ ഒബ്സർവ് ചെയ്ത് വന്ന് അവസാനം അവരുടെ ക്യാരക്ടറായിട്ട് മാറാനുള്ള കാരണത്തിൽ ഒരു പരിധിക്കപ്പുറത്ത് കാരണക്കാർ നമ്മൾ തന്നെയാണ്.